ഒബ്സഷൻ കണ്ടു. ഒരു കിടിലൻ ഹൊറർ പടം. കിടിലൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്തിറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവീസിൽ ഒന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, ഈ വർഷമൊക്കെ തന്നെ കുറേ ഹൊറർ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ വർഷം തന്നെ ഇപ്പോൾ മറ്റേ ഹൊക്കുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ OTT റിലീസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സാധനം തിയേറ്ററിൽ തന്നെ കാണേണ്ട, തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഈ പാലക്കാട് നിന്ന് റിലീസിൽ ഞാൻ കോയമ്പത്തൂരൊക്കെ പോയിട്ടാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ മാൻഡലോറിയൻ ഗ്രോഗു ഇതേപോലെ തന്നെ ആയിരുന്നു. വലിയ വൈഡ് റിലീസൊന്നും ഇല്ലാത്തൊരു പടമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ്. ഇത് നമ്മൾ നോർമൽ ജംസ്കെയർസ് ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ഉള്ളൊരു പടമാണ്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ആയതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും കണക്റ്റ് ആവുന്നതും ഇത്ര ഇമ്പാക്റ്റ്ഫുൾ ആവുന്നതും. ഇതിന് വൺ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ പേര് പറയുന്ന പോലെ ഒരു ഒബ്സഷൻ, ഒരാളോടൊരു ഒബ്സഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് നമ്മൾ വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കൊരു പൊസസീവ്നെസ് അതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. സോ ഇതിൽ ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടറിന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണ്, കൂടെ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടി. പക്ഷേ ഇതുവരെ ആ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരിക്കൽ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ കുട്ടി എൻ്റെ സ്വന്തം ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നൊരു സാധനം പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ അപ്പുറത്തേക്ക് അത് റിവേഴ്സ് ഓർഡറിൽ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരിക. അതായത് ആ കുട്ടി ഒബ്സസ്ഡ് ആയിട്ട് ഇവനോട് അഡിക്റ്റഡ് ആവും. അഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇവനില്ലാണ്ട് പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ തലയിലായല്ലോ ദൈവമേ, ഇത് വേണ്ടിയിരുന്നില്ലല്ലോ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതാണ് സിനിമയിൽ നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ. അത് നമ്മൾ നോർമലി കാണുന്നൊരു ഒബ്സഷൻ അല്ല. ആ ഒബ്സഷനെ ഒരു ഹൊറർ മൂവി ടൈപ്പിൽ അപ്രോച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ മൂഡ് ഫുൾ സെറ്റ് ചെയ്യുന്ന ആ രീതിയിലാണ്. നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രേതോ ഗോസ്റ്റോ ആ സാധനം സൂപ്പർ നാച്ചുറൽ സാധനമൊന്നും അല്ല. ജസ്റ്റ് ആ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ്. ഇപ്പോൾ ആ പെൺകുട്ടിയിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസ് അതെങ്ങനെയാണ് ഇവനെ അഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ കാണുന്ന നമ്മളെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ക്യാരക്ടർ ഉണ്ടാകുന്ന ഒരു പേടി അതേപോലെ നമുക്കും കിട്ടും. അതിപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ ജംസ്കെയർ കാണിച്ചിട്ടോ അല്ലെങ്കിൽ പ്രേതം വരുന്നത് കാണിച്ചിട്ടോ അല്ല, അവളിൽ ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസ് നമുക്ക് ശരിക്കും നമുക്കിങ്ങനെ അടിവയറ്റിൽ നിന്ന് കയറി വരുന്ന പറയില്ല, ആ രീതിയിലുള്ള അങ്ങനെ നമുക്ക് പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പടമാണ്. ആൻഡ് ഇതിലെ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്ന വിധം, ഈ ഡയറക്ടർ ഫ്രഷറാണ്, പുതിയ പടമാണ്, ഫസ്റ്റ് ഡെബ്യൂ പടം എന്താണ്, ഫസ്റ്റ് ഡെബ്യൂ സിനിമാറ്റിക് പടം എന്താണ്. ഇതിന് മുമ്പ് ഷോർട്ട് ഫിലിം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ. അല്ല കിടിലൻ ഡയറക്ഷൻ. കിടിലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് എനിക്ക് ചില നേരത്തെ A24 പടം കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവരെയാണ് ഇതുപോലത്തെ സാധനങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അവർ ഇതുപോലെ പുതിയ കുറേ നല്ല ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ മൂപ്പരുടെ അടുത്ത പടം ഇനിയിപ്പോൾ A24 പടമായിരിക്കും എന്നുള്ളത് തീർച്ചയായിരിക്കും. കാരണം ആ ക്വാളിറ്റി മൂപ്പർ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിലെ മൂഡ് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ചില നേരത്തെ ഷാഡോസിൽ നിൽക്കും. അതായത് നേരിട്ട് ലൈറ്റ് ഉണ്ട്, വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ ലൈറ്റ് നിൽക്കാണ്ട് ചിലപ്പോൾ ഒരു കോർണറിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൈറ്റിന് തൊട്ട് ബാക്കിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് വേറെ എവിടെയും ലൈറ്റ് ഉണ്ടാവില്ല, മുഖമൊക്കെ ഫുള്ളായിട്ട് കവേർഡായിരിക്കും. ഈ കണ്ണ് മാത്രം, നമ്മുടെ ഈ പൂച്ചയുടെ പട്ടിയുടെ ഒക്കെ കണ്ണ് തിളങ്ങില്ല, അതുപോലെ കണ്ണ് മാത്രം അവിടേക്ക് ഒരു ലൈറ്റ് കൊടുത്ത് കണ്ണ് മാത്രം ഇങ്ങനെ തിളങ്ങും. അങ്ങനത്തെ ഉള്ള കുറേ ഷോട്ട്സാണ് ഈ പടത്തിൽ. അതായത് കാണുമ്പോൾ നമ്മൾ തന്നെ നമുക്കത് അറിയാം, ഒരു പെൺകുട്ടിയാണെന്ന് അറിയാം. പക്ഷെ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളിപ്പോൾ ചില നേരത്തെ വീട്ടിലൊക്കെ വാഴ കണ്ട് നമ്മൾ പേടിക്കാറില്ലേ, നമുക്കറിയാം അത് വാഴയാണെന്ന്. പക്ഷേ ശരിക്കും ഒരാൾ നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇതേപോലെ ഒരാൾ രാത്രി പോയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ നമ്മൾ പേടിക്കില്ല. ആ ഒരു സെറ്റപ്പ് ശരിക്കും നമ്മൾ പല സീനുകളിലും നമ്മൾ ശരിക്കും പേടിച്ചിരുന്നു. അതിപ്പോൾ ഞെട്ടിയിട്ടല്ല, അത് കണ്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായിപ്പോയി, എൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പ്. സോ അങ്ങനെ രീതിയിലുള്ള ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്. ഞാൻ ആ ഒരു പെൺകുട്ടിയുടെ ആക്ടിങ് ഒരു രക്ഷ. ഇന്ത്യൻ എവററ്റുന്നോ അങ്ങനത്തെ പേര്, തെറ്റിപ്പോയ ക്ഷമിക്കണം. ദെൻ മൈക്കിൾ ജോൺസ്റ്റണോ അങ്ങനെ എന്തോ ആണ് ആ ഒരു ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ മെയിൽ ആക്ടറിൻ്റെ പേര്. ആകെ 4 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പടത്തിൽ ഇവർ രണ്ടുപേരും പിന്നെ ഇവരുടെ 2 ഫ്രണ്ട്സും ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മുഴുവൻ നീങ്ങുക. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് ആ ഒരു പെൺകുട്ടിയുടെയും ഈ ചങ്ങായിയുടെ കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ പെർഫോമൻസ്. നമ്മളിപ്പോൾ നമ്മുടെ സ്മൈലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ പോലെ, സ്മൈൽ 2, അതിലൊക്കെ ഇതുപോലെ നല്ല കിടിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ദാൻ ഇവരെ ടുഗദർന്നോ ഏതൊരു പടം, അതിലും ഇതുപോലെ അങ്ങനത്തെ ഹൊറർ മൂവീസിൽ നമ്മളെ എന്താ പറയുക, ജസ്റ്റ് ജംസ്കെയർസ് കാണിച്ച് പ്രേതപ്പടം അല്ലാതെ ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് വെച്ച് അവരുടെ അഭിനയം കണ്ട് പേടിപ്പിക്കുക എന്ന് പറയില്ല, അത് കുറച്ച് പണിയാണ്. അത് നമുക്ക് ഒരു മൂഡ് സെറ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അതിൽ കൂടെ പോയി, അല്ലെങ്കിൽ പുറകിൽ മറ്റേ സ്വിച്ച് ഇട്ടാൽ തിരിയുന്ന പോലെ ബാക്കിൽ തിരിയുമ്പോൾ ഒരു സാധനം വന്ന് പേടിപ്പിക്കുന്നു, ആ സാധനമൊക്കെ കാണിക്കാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പക്ഷേ അഭിനയിച്ച് പേടിപ്പിക്കുക എന്ന് പറയില്ലേ, അത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അല്ല കിടിലൻ അഭിനയം. കിടിലൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അഭിനയം. അത് നമുക്ക് പടം കഴിയുമ്പോൾ നമുക്കൊന്ന് എണീറ്റ് ഒന്ന് കൈയടിക്കാൻ തോന്നും. ആ രീതിയിലുള്ള പെർഫോമൻസാണ് രണ്ടുപേരും കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവരും കൂടുതലായിട്ടും എല്ലാവരുടെയും കണ്ടുപോകാൻ മറ്റേ ഒരു പെൺകുട്ടിയിലേക്ക് ആയിരിക്കും അവളുടെ പെർഫോമൻസ് എന്നായിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ ഇവള് കാണിക്കുന്ന സാധനങ്ങൾക്ക് പേടിക്കുന്ന ഒരുത്തരുണ്ടല്ലോ ഇപ്പുറത്ത്,
എനിക്ക് അവനെയാണ് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്തത്, അവനാണ് കൂടുതലായിട്ട് കണക്ട് ചെയ്തത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഒട്ടുമിക്ക ആൾക്കാരും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ആ ആളെ നമ്മളിൽ ഒരാളായിട്ട് കാണുന്ന പോലെ നമുക്ക് പല സമയത്തും എനിക്ക് പേഴ്സണലി ഫീലായി. കാരണം നമുക്കും ഇതുപോലെ തോന്നിയിട്ടുണ്ട്. നമുക്കും ഇതുപോലെ പല സമയത്തും പലരോട് ഒബ്സഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ തുറന്ന് പറയാത്തതുണ്ടാവും. ആ ആൾ നമ്മുടെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ സംസാരിച്ചിരുന്നെങ്കിൽ, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ തന്നെ എൻ്റെ പടച്ച റബ്ബേ ഈ സാധനം വള്ളി തലയിലായല്ലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുമ്പോൾ ദൈവമേ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഫീൽ ആവും. സോ ആളുടെ ആ ഒരു ടെൻഷനും ആളുടെ ആ ഒരു പേടിയും റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മളിലേക്ക് ആയതുകൊണ്ട് നമുക്കത് പ്രോപ്പർലി നമുക്കത് കണക്ട് ആകാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് രണ്ടുപേരും. അല്ല കിടിലൻ. ദെൻ ഒരുപാട് ഗോറി ആൻഡ് ഒരുപാട് വയലൻ്റ് ആയ സീക്വൻസുകൾ സിനിമയിലുണ്ട്. ദെൻ ഒരുപാട് കുറച്ച് ന്യൂഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. CBFC ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. സോ കട്ടില്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഒരു പക്ഷേ OTT-യിലൊക്കെ വരേണ്ടി വരും. എന്തിനാണ് ഇതിലൊക്കെ കട്ട്? ആകെ ഒരു 1.5-3 മണിക്കൂറുള്ളൂ. പിന്നെ ഈ ഒരു പടത്തിൽ വളരെ ഇപ്പോൾ ചില സീനുകളൊക്കെ അത് അങ്ങനെ കാണിക്കണം എന്നാലാണ് അതിൻ്റെ ഇതുള്ളൂ. ഇതിപ്പോൾ അവർ തമ്മിലുള്ള സെക്സ് സീനുകൾ കാണിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ അത് സിനിമയുടെ ഒരു ഭാഗമാണ്. ആ ഒരു ടൈമിലടക്കം ആ ഒരു കുട്ടിയിലുണ്ടാവുന്ന, ആ ഒരു പെൺകുട്ടിയിലുണ്ടാവുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്, ഇമോഷണലി ഉണ്ടാവുന്ന മെൻ്റൽ ബ്രേക്ക് ഡൗണുകളുണ്ട്. ഈ ക്യാരക്ടർ ഇടയ്ക്ക് ഇത് സ്വിച്ച് ആവും. ഇത് എന്താ പരിപാടി എന്നുള്ളത് നിങ്ങൾ കണ്ടായിരുന്നു. ഈ ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിൽ ഈ വിഷസ് കുഡ് കിൽ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു കൊറിയൻ സീരീസ്. അത് ഇതുപോലെ ഒരു ആപ്പാണ്. അതിനെപ്പറ്റി ഞാൻ റിവ്യൂ ഇട്ടിട്ടില്ല, ഞാൻ കണ്ടായിരുന്നു. അത് അടിപൊളി സാധനമാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ അതിൽ ഇതേപോലെ തന്നെ ഒരു ആപ്പ്, ആ ആപ്പ് കാരണം അല്ലെങ്കിൽ ആപ്പിൽ നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കണം എന്ന് പറഞ്ഞ് വിഷു നടത്തിയാൽ അത് ഇതിൽ നമ്മൾ നടക്കും. ഇതേപോലെ തന്നെയാണ്, ഏകദേശം അതേ സിമിലർ പ്ലോട്ട് തന്നെയാണ്. പക്ഷേ അതിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളതാണ് ഈ ഒരു പടത്തിൽ. ഇതൊരു നോർമൽ ക്ലീഷേ സാധാരണ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു അനദർ റാൻഡം വാച്ചായി പോയേനെ ഇവരുടെ രണ്ടുപേരുടെ ഇങ്ങനത്തെ പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ ഈ ഒരു ഡയറക്ടറുടെ കുറേ ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കുകളും പ്രത്യേകിച്ച് പല സ്റ്റേജിങ്ങും പല ആ ഒരു ലൈറ്റിങ് വെച്ചിട്ട് മൂപ്പർ കളിച്ചിട്ടുള്ള കുറേ പരിപാടിയും ദെൻ സൗണ്ട് ഡിസൈനും ഇവരുടെ പെർഫോമൻസും കൊണ്ട് തീർച്ചയായിട്ടും ഹൊറർ ഫാൻസ് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്, ഒരു വെറൈറ്റി പടമാണ്. മിസ്സാക്കണ്ട. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.